നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഏറ്റവും റീസെന്റ് ആയിട്ട് നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഡിസ്കഷൻ ആണ്. ഈ ചോദ്യപേപ്പർ നിങ്ങളിൽ പലരും കണ്ടു കാണത്തില്ല. കാരണം ഇത് സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവർ പരീക്ഷയുടെയാണ്. പക്ഷെ ഇതിനകത്ത് ചോദ്യങ്ങൾ ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളല്ലേ. അതാ ഞാൻ പറയുന്നത്. PSC റീസെന്റ് ആയിട്ട് ഏതൊക്കെ പരീക്ഷകൾ നടത്തുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് സിലബസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുകയും വേണം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. എന്റെ പേര് അശ്വതി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയിക്കണേ. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിന്റെ നോട്ടൊക്കെ അവിടെയായിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻ മെമ്മോറിയം എന്ന ചിത്രം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രശസ്തനായ ബ്രിട്ടീഷ് ചിത്രകാരൻ ജോസഫ് നോയൽ പാറ്റൺ ആണ് 1858 ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്. എന്തായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ, 1857 വിപ്ലവകാലത്ത് കാൺപൂരിൽ വെച്ച് സ്ത്രീകളും കുട്ടികളും നേരിട്ട നിസ്സഹായതയും ഭീതിയും ഈ ഒരു ചിത്രം ആവിഷ്കരിക്കുന്നു. ഒരു മുറിയിൽ വിപ്ലവകാരികളാൽ വളയപ്പെട്ട അവസ്ഥയിൽ പ്രാർത്ഥനയോടെ കഴിയുന്ന സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോ ചിത്രം വരച്ചത് ആരാണ്? ബ്രിട്ടീഷ് ചിത്രകാരനായ ജോസഫ് നോയൽ പാറ്റൺ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെ എന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ലോർഡ് ഡെഫറിൻ ആണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികൾ എന്നാൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കളിയാക്കി വിളിച്ചത് ആര്? അതാണ് ചോദ്യം. ആരാണ്? ലോർഡ് ഡെഫറിൻ ആണ്. ഡെഫറിൻ പ്രഭു 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ഡെഫറിൻ. അപ്പൊ കോൺഗ്രസ് രൂപീകൃതമായ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസ് കൂടുതൽ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയതോടെ ഡെഫറിൻ കോൺഗ്രസിനെ ഈ രീതിയിൽ വിമർശിക്കാൻ തുടങ്ങി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഡെഫറിൻ. നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ന് കമന്റ് ചെയ്യാമോ? കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലെങ്കിൽ കൃതികൾ അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ആത്മോപദേശ ശതകവും അഭിനവ കേരളവുമാണ്. 1ഉം 4ഉമാണ് അല്ലാത്തത്. ആദിഭാഷ, പ്രാചീന മലയാളം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ആത്മോപദേശ ശതകം ആരുടേത്? ശ്രീനാരായണ ഗുരു. അഭിനവ കേരളം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 ഇദ്ദേഹം അന്തരിച്ചു. ഇപ്പൊ 2001 മുതൽ 2003 വരെ ആയിരുന്നു ഇദ്ദേഹം ICHR അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആയിരുന്നത്. ഇദ്ദേഹം കേരള ചരിത്ര രചനയിൽ വിപ്ലവം സൃഷ്ടിച്ച കൃതിയാണ് പെരുമാൾസ് ഓഫ് കേരള. ഇത് രചിച്ചതും ആര് തന്നെയാണ്? MGS നാരായണനാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2019 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയായ ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ എന്ന കൃതിക്കാണ് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ഇനി 2025 ഏപ്രിൽ 26 ഇദ്ദേഹം അന്തരിച്ചത്. ആ പോയിന്റും ശരിയാണ്. അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വരുന്ന
തിങ്കളാഴ്ച അതായത് ഏപ്രിൽ മാസം 6-ാം തീയതി LGSന്റെ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഫുൾ സിലബസ് കവറേജ് ആണ്. അതായത് GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, മാത്സ്, മെന്റൽ എബിലിറ്റി, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പഴയ SCRT, പുതിയ SCRT ചാപ്റ്റർ വൈസ് ആയിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ആണ്. സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് ക്ലാസ് പോകുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്. ഒരു ദിവസം ഒരുപാടൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തേക്കുന്ന കൂടുതൽ ആൾക്കാരും വീട്ടമ്മമാർ, അതുപോലെ ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ, സ്റ്റുഡൻസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2.5 മണിക്കൂർ മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്. ശനി ഞായറും ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഞാൻ ബാച്ച് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളൂ. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. LDCയുടെ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. LGSന്റെ ബാച്ച് നമ്മൾ തിങ്കളാഴ്ച ഏപ്രിൽ മാസം 6-ാം തീയതി തുടങ്ങാനിരിക്കുന്നു. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീമിനോട് ഡയറക്ട്ലി വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് കൂടുതൽ ഡീറ്റെയിൽസും ചോദിക്കാവുന്നതാണ്. അപ്പൊ ടെക്നിക്കൽ ടീമിന്റെ നമ്പറും ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാവേ. അടുത്ത ചോദ്യം, സാൻ മിൻ ചുയി ഇവ എന്താണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവായ സൻ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച 3 തത്വങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം എത്രയാണ്? 205 കിലോമീറ്റർ ആണ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മഹേന്ദ്രഗിരിയാണ്. മഹേന്ദ്രഗിരി. അടുത്ത ചോദ്യം, എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഏതാണിവ? ഗൈറുകളാണ്. തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏത്? സിറസ് മേഘങ്ങളാണ്. കോണ്ടൂർ രേഖയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. 2 പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. കോണ്ടൂർ രേഖകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന രണ്ടും ശരിയാണ്. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. അപ്പൊ ആദ്യത്തെ പ്രസ്താവന, കോണ്ടൂർ രേഖകൾ അടുത്തടുത്താണെങ്കിൽ അത് കുത്തനെയുള്ള ചരിവിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്. അകലെയാണെങ്കിൽ മിതമായ ചരിവിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്. ശരിയാണ്. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. അതായത് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളായതുകൊണ്ട് വ്യത്യസ്ത ഉയരങ്ങൾ കാണിക്കുന്ന കോണ്ടൂർ രേഖ ഒരിക്കലും പരസ്പരം മുറിച്ചു കടക്കില്ല. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ 3 പ്രസ്താവനകളും ശരിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെയും ഇടയിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏത്? തെറ്റ് 1ഉം 3ഉം തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരി അല്ലാത്തത് 4 മാത്രമാണ്. ബാക്കി 3 പ്രസ്താവനകളും ശരി. പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്ത സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. ഇറക്കുമതിക്ക് ബദൽ നയം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിച്ചു. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസിംഗ് നിർത്തലാക്കി. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നബാർഡുമായി ബന്ധപ്പെട്ടത് 3ഉം 4ഉം ആണ് ശരി. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. താഴെ തന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1ഉം 4ഉം തെറ്റായിട്ടുള്ളതാണ്. അപ്പോ 2ഉം 3ഉം ശരി. DSIB ബാങ്കുകളിൽ ICICI ഉൾപ്പെടുന്നു. നീതി ആയോഗിന്റെ CEO ശ്രീ BVR സുബ്രഹ്മണ്യം. പരീക്ഷ നടക്കുന്ന സമയത്ത് BVR സുബ്രഹ്മണ്യം തന്നെയായിരുന്നു. ഇപ്പൊ ആരാണ്? നിധി ചിബ്ബർ ആണ്. അടുത്ത ചോദ്യം, FPTPയുടെ പൂർണ്ണ രൂപം എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് വ്യാപാരവും വാണിജ്യവുമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 338B ആണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12ൽ കുറയാൻ പാടുള്ളതല്ല. ശരി.
ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. ശരിയാണ്. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164(2) അനുച്ഛേദം ആകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഇത് 4 ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ബി ആണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? 131. എച്ച്.ഡി. ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? I.K. ഗുജറാൾ ആണ്. I.K. ഗുജറാൾ. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന 1975 സെപ്റ്റംബർ 9. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആര്? കെ. എബ്രഹാം മാത്യു. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? തൊഴിൽ വകുപ്പാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ ശ്രീ കെ. രാജൻ, റവന്യൂ മന്ത്രി. മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന പ്രസ്താവന ഏതാണ്? ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആന്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആന്റിബോഡി ഇല്ലാതെയും ഇരിക്കുന്നു. മാറാരോഗങ്ങളായ ഹീമോഫിലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെർബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? താലോലം എന്ന പദ്ധതിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ നൽകപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. നോക്കാം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ അണ്ഡാശയം, ഓക്സിറ്റോസിൻ പീയൂഷഗ്രന്ഥി, മെലാട്ടോണിൻ പീനിൽ ഗ്രന്ഥി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6. വക്രതാരം എത്രയാണ്? ഇതിന്റെ ഡബിൾ ആണ്. എത്രയാണ്? 1.2 ആണ്. 1.2. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനില എത്രയായിരിക്കും? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഡെന്നിസ് ടിറ്റോ ആണ്. ഡെന്നിസ് ടിറ്റോ. അടുത്ത ചോദ്യം, വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിന്റെ അയിര് ഏതാണ്? സിങ്ക് ലോഹത്തിന്റെ അയിര് കലാമിനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? അല്ലാത്തത് സ്ഥിരമായ ഓക്സീകരണ അവസ്ഥ കാണിക്കുന്ന അല്ല, ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഉള്ളത്. 2023 രസതന്ത്ര നൊബേൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും വേണ്ടിയിട്ടാണ്. മുക്തകവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകം അക്ഷര ശ്ലോകങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്ഖഡെയുടെ ഹൃദയ തുടിപ്പുകൾ? കായിക ഫീച്ചറാണ്. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് ആര്? പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാൻ ആണ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അല്ലാതെ വർക്ക്ഔട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 50 ചോദ്യങ്ങൾ. ബാക്കി ഇവരുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഡ്രൈവർ പരീക്ഷ ആയതുകൊണ്ട് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 50 ചോദ്യം നിങ്ങൾ എന്തായാലും നോക്കിയിരുന്നുള്ളൂ. നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ LGS ബാച്ചിന്റെ കാര്യം മറന്നു പോകണ്ട. ഏപ്രിൽ മാസം 6-ാം തീയതി ക്ലാസ് തുടങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിച്ചോളാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.